ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 31 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 32-ാമത്തെ ശ്ലോകം നോക്കാം. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യുപാപയോനയഃ സ്ത്രിയോ വൈശ്യസ്തഥാ ശൂദ്രാ സ്തേപി യാന്തി പരാം ഗതിം. ഹി അതായത് പാർത്ഥ, അല്ലയോ അർജുന, മാം വ്യാപാശ്രിത്യ എന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന, പാപയോനയ സ്യു അപി പാപിയായി ജനിച്ചവരാകട്ടെ, സ്ത്രീയഃ വൈശ്യഃ തഥാ ശൂദ്രാഃ അപി സ്ത്രീകളാകട്ടെ വൈശ്യരാകട്ടെ ശൂദ്രരാകട്ടെ, തേ അവരെല്ലാം പരാം ഗതിം പരമമായ ഗതിയെ യാന്തിം പ്രാപിക്കുന്നു. അല്ലയോ അർജുന, അതായത് എന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന പാപികളായി ജനിച്ചവരാകട്ടെ, സ്ത്രീകളാകട്ടെ വൈശ്യരാകട്ടെ ശൂദ്രരാകട്ടെ, അവരെല്ലാം പരമമായ ഗതിയെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. അതായത് മുജ്ജന്മ പാപകർമ്മങ്ങൾ മൂലം നികൃഷ്ട ജന്മമെടുക്കേണ്ടി വന്ന മഹാപാപികളായിക്കൊള്ളട്ടെ, സ്ത്രീകളായിക്കൊള്ളട്ടെ, വൈശ്യനോ ശൂദ്രനോ ആകട്ടെ, അവർ എന്നെ ശരണം പ്രാപിക്കുന്നുവെങ്കിൽ പരമമായ ഗതിയെ അവർ പ്രാപിക്കുന്നു. അതായത് ഏത് വർണ്ണത്തിൽപ്പെട്ടവരാകട്ടെ, വർണ്ണം എന്ന് പറയുമ്പോൾ ഓരോരോ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരവർ ചെയ്യുന്ന ഏർപ്പെടുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ഒരു വിഭാഗങ്ങളാണ്. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, ഏത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാകട്ടെ, അതാണ് ഏത് വർണ്ണത്തിൽപ്പെട്ടവരുമാകട്ടെ, അവർ എന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ അവർക്ക് പരമമായ ആ ഗതിയെ, മോക്ഷത്തെ പ്രാപിക്കുവാൻ സാധിക്കും. ഇതിനകത്ത് കുറേ ഒരു വിഭാഗങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗീയമായിട്ട് പറയാൻ കാര്യം? കാരണം പുരോഹിതർ അടങ്ങുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ളവർ, ആ പുരോഹിത കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവരെപ്പോഴും ഈശ്വരീയമായ കർമ്മങ്ങളിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കിത് സാധ്യമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ചിന്താഗതി. അതായത് ഈ സാക്ഷാത്കാരം, ഈശ്വരപ്രീതി, അവരെപ്പോഴും അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർക്കത് ക്ഷിപ്രസാധ്യമാണ് എന്നുള്ളതാണ് ഒരു ധാരണ. എന്നാൽ ഈ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അത് സാധ്യമാണോ എന്നുള്ള സംശയമുണ്ടാകാം. അതിൻ്റെ ഒരു മറുപടിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഉദാഹരണത്തിന് സ്ത്രീകൾ, അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ മൂലം ആർത്തവം, പ്രസവം, ശിശുപരിപാലനം, ഗൃഹഭരണം, ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവരാണ് സ്ത്രീകൾ. അവരെ സംബന്ധിച്ച് ഈ ഈശ്വര പൂജ, പ്രാർത്ഥന, യജ്ഞങ്ങൾ ഇതൊന്നും സാധാരണഗതിയിൽ സാധ്യമല്ല. അല്ലെങ്കിൽ അതിനുള്ള സമയം അവർക്ക് കിട്ടില്ല. കാരണം അവരുടെ കർമ്മ മേഖലകൾ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് ഈ മോക്ഷം അപ്രാപ്യമാണോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. അതിൻ്റെ മറുപടിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അവർക്കും അവരെന്നെ ആശ്രയിച്ചാൽ, അതായത് അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്നിൽ അർപ്പിച്ച്, ഈശ്വരപൂജയായി അർപ്പിച്ച് അവരവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രം മതി, അവർക്കും ഈ മുക്തി സാധ്യമാണ്. അതുപോലെ തന്നെ വൈശ്യർ, ശൂദ്രർ ഇവരെല്ലാം
സമൂഹത്തിൽ പല പല കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. വൈശ്യരാണെങ്കിൽ ആ പൗരാണിക കാലത്തെ ക്ലാസിഫിക്കേഷനാണ് കേട്ടോ ഇത്. വൈശ്യരാണെങ്കിൽ കൃഷി കാര്യങ്ങൾ, അതുപോലെ തന്നെ കച്ചവട കാര്യങ്ങൾ, ഇതിലെല്ലാം മുഴുകി ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ ബ്രാഹ്മണരെ പോലെ അഥവാ പൗരോഹിത്യ കാര്യങ്ങൾ ചെയ്യുന്നവരെ പോലെ എപ്പോഴും ഈശ്വര പൂജകൾ ചെയ്യുവാനുള്ള അവസരമുണ്ടാവില്ല. അപ്പോൾ അവർക്കും മോക്ഷപ്രാപ്തി വേണ്ടേ? അവർക്കിത് ലഭിക്കുമോ? ഭഗവാൻ പറയുന്നു, തീർച്ചയായിട്ടും ലഭിക്കും. അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരപൂജയായി കരുതി അതിലേർപ്പെട്ടാൽ മാത്രം മതി. അവർക്കും ഈ സാക്ഷാത്കാരം സാധ്യമാണ്. അതുപോലെ തന്നെ ശൂദ്രർ എല്ലാവിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിലും സമൂഹത്തിൽ ചെയ്യുന്നവരാണ് ശൂദ്രർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരുന്നതെന്ന്. അത്തരത്തിലുള്ള സർവീസ് മേഖലയിൽ, സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കാണെങ്കിലും അവർ ദിവസം മുഴുവനും ഓരോരോ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് തിരക്കിലായിരിക്കും. അവർക്കും ഇതുപോലെ ഈ ബ്രാഹ്മണരെ പോലെ, ക്ഷത്രിയരെ പോലെ, അതായത് രാജാക്കന്മാരെ പോലെയും ഭരണാധികാരികളെ പോലെയും പുരോഹിതന്മാരെ പോലെയും ഈശ്വര കാര്യങ്ങളിൽ പൂർണ്ണമായി മുഴുകി ജീവിക്കുവാൻ ഉള്ള അവസരം ലഭിക്കുന്നില്ല. കാരണം അവർക്ക് മറ്റു ധാരാളം ജോലികളുണ്ട്. അപ്പോൾ അവർക്കും ഇത് സാധ്യമാകണ്ടേ? ഈശ്വര സാക്ഷാത്കാരം അത് സാധ്യമാണോ എന്നുള്ള സംശയം വേണ്ട. കാരണം അവരും അവരവർ ചെയ്യുന്ന തൊഴിലുകൾ, കർമ്മങ്ങൾ ഈശ്വരപൂജയായി കരുതി ഈശ്വരനിൽ അർപ്പിച്ചാൽ മാത്രം മതി. ഒരു പുരോഹിതൻ പൂജ ചെയ്യുന്നത് പോലെ, യജ്ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അതേ ഫലം തന്നെ അവർക്കും ലഭിക്കും. അവർ പൂർണ്ണമായി എന്നിൽ ആശ്രയിച്ച് അവരവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ മതി. ഇതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഈശ്വര പൂജയെ സംബന്ധിച്ച് അഥവാ ഈശ്വരാർച്ചനയെ സംബന്ധിച്ച് അവിടെ വർണ്ണവ്യത്യാസങ്ങളോ ലിംഗവ്യത്യാസങ്ങളോ പണ്ഡിത പാമര വ്യത്യാസങ്ങളോ പാപപുണ്യഫലങ്ങളോ ഒന്നും ഈ ഭഗവത് സേവനത്തിന് തടസ്സമല്ല എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഏതവസ്ഥയിലുള്ളവരായാലും അതിനുള്ള മനസ്ഥിതിയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ അവരിൽ ഭഗവത് കൃപ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ദൃഢനിശ്ചയവും മനസ്ഥിതിയും ഒരു പുരോഹിതനിൽ ഉണ്ടായില്ലെങ്കിൽ അവനും അത് അസാധ്യമാണ്. അവൻ ചെയ്യുന്നത് പൗരോഹിത്യ കർമ്മമാണ് എന്ന് കരുതി അവനിതെല്ലാം ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അവനും അയാൾ ചെയ്യുന്ന കർമ്മവും അത്തരത്തിൽ ഈശ്വരാർപ്പണമായി ചെയ്താൽ മാത്രമേ അയാൾക്കും അത് ലഭിക്കൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അവർ ഈശ്വരാർച്ചനമായി ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഈ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാണ്. ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണരുന്നുവെങ്കിൽ ഒരുവനിലുള്ള സകല മാലിന്യങ്ങളും നീങ്ങി ശുദ്ധനായിത്തീരുന്നു. അവൻ പാപകർമ്മിയായിരുന്നുവെങ്കിൽ പോലും അവൻ ശുദ്ധനായിത്തീരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. വ്യാപാശ്രിത്യ എന്നാൽ പൂർണ്ണമായ ശരണാഗതി എന്ന അർത്ഥമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതോടെ അങ്ങനെ ആ പൂർണ്ണമായ ശരണാഗതി പ്രാപിക്കുന്നതോടുകൂടി എത്ര വലിയ പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നവനായാൽ പോലും, ഏത് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരായാൽ പോലും, ഏത് വർണ്ണത്തിൽപ്പെട്ടവരായാൽ പോലും അവർക്കെല്ലാം ഈ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാണ്. ഏതവസ്ഥയിലുള്ള മനുഷ്യരും ഉത്കൃഷ്ടരായി ഭവിക്കുന്നു ഈശ്വര സാമീപ്യത്തോടു കൂടി. ഈശ്വര സാക്ഷാത്കാരം അവർക്കും പ്രാപ്യമാണ് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.